Hi, Vichu Doctors. പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യണോ അതോ ഒരു ഇയർ ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്ത് നീറ്റിന് വേണ്ടി പഠിക്കണോ? ഒരുപാട് കുട്ടികൾ ഈ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. കാരണം നീറ്റ് 2025 ക്വസ്റ്റ്യൻ പേപ്പറിന് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയതും ഫിസിക്സ് പേപ്പർ വളരെ അഡ്വാൻസ് ലെവലിൽ വന്നതും ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഈ ഒരു ഡ്രീം വിട്ടാലോ എന്നുള്ളൊരു ആലോചനയിൽ പോകുന്നവരുണ്ട്. അപ്പോൾ ഓൾസോ ഫാമിലിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് നല്ല പ്രഷർ ഉണ്ട്. ഒരുപാട് കുട്ടികൾ വളരെ കഷ്ടപ്പെട്ടാണ് അവരുടെ പാരൻസ് അവരെ ഇതിന് അയച്ചതെന്ന് പറയുന്നു. പിന്നെ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴും വളരെ ശരിയാണ്. കാരണം ഇനിയും ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കി വിട്ടിട്ടുണ്ടെങ്കിലും അതിന് മാത്രമുള്ള ഒരു റിസൾട്ട്സ് അവർക്ക് കിട്ടുമോ എന്നുള്ള ഒരു സംശയം എല്ലാവരിലും ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഫാക്ട് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കാം. സോ ഇപ്പം നീറ്റ് 2025 ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി. ഫിസിക്സ് ഭയങ്കര അഡ്വാൻസ് ലെവലായിരുന്നു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള വൺ ഓഫ് ദ ടഫസ്റ്റ് പേപ്പർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് നീറ്റ് എക്സാം ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് പുറകോട്ട് നോക്കുകയാണെങ്കിൽ, നീറ്റിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു 2015-16 കാലഘട്ടം, അതിൽ ആ ഒരു സമയത്തും ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് നീറ്റിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മുതലാണ് ഈ പുതിയ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസും മാറുന്ന പാറ്റേണുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വന്നത്. അപ്പോൾ 2016 ഇതിനു മുമ്പ് നമുക്ക് ഒരു ടഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പേപ്പർ വന്നത്. അതിനുശേഷം ഒരുവിധം ടഫ് ടു മോഡറേറ്റ് ലെവലുള്ള പേപ്പേഴ്സ് ആയിരുന്നു. അങ്ങനെ 2024 ആയപ്പോഴേക്കും വളരെ ബേസ് ലെവലിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഇനി അങ്ങോട്ട് നീറ്റ് എക്സാമിൻ്റെ ആ ഒരു വാല്യൂ തന്നെ കുറഞ്ഞു വരികയാണ്. ഓൾസോ 2024 ഒരുപാട് ഇഷ്യൂസും ഉണ്ടായിരുന്നു എക്സാമിന് റിലേറ്റ് ചെയ്ത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിനെ, നീറ്റ് ആസ്പിരൻസും അവരുടെ പാരൻസും ഒക്കെ മൈൻഡ് അങ്ങോട്ട് സെറ്റാക്കി ഈ ഒരു ലെവലിലായിരിക്കും വരിക. അപ്പം കഴിഞ്ഞ വർഷം 690 ഒക്കെ കിട്ടിയവരും 680 കിട്ടിയവരും ഒക്കെ ഈ വർഷം കുറച്ചും കൂടെ മേടിക്കാം, 720 തന്നെ വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ നമ്മളുടെ എക്സ്പെക്റ്റേഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നല്ല ടഫ് പേപ്പറാണ് വന്നത്. അതിനർത്ഥം നീറ്റ് ഈസ് ഗോയിങ് ബാക്ക് ടു ഇറ്റ്സ് ഓൾഡ് വേയ്സ്. അതായത് ടഫസ്റ്റ് ലെവലിലേക്ക് തന്നെ നീറ്റ് പോവുകയാണ്. ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽസ് ഇൻക്രീസ് ചെയ്യുകയാണ്, അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വരികയാണ്. അപ്പോൾ മാറുന്ന പാറ്റേണിനനുസരിച്ച് നമ്മളുടെ പഠന രീതിയും നമ്മളുടെ വേ ഓഫ് ഡൂയിങ് ക്വസ്റ്റ്യൻസും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ സ്കോറും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. വി ക്യാൻ ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. യെസ്, നീറ്റ് 2025 വാസ് ഡെഫിനറ്റ്ലി വെരി ടഫ്. പക്ഷേ എന്ന് വെച്ചിട്ട് നീറ്റ് 2026 അതേപോലെ തന്നെ ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ഈസിയർ, മേ ബി ടഫർ. പക്ഷേ അത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രിപ്പറേഷനെ നമ്മൾ നല്ല പോലെ പ്ലാൻ ചെയ്യണം, നല്ല രീതിയിൽ നമ്മൾ മാറ്റണം. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഏത് കോഴ്സ് എടുക്കണം. അപ്പം ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏത് കോഴ്സ് എടുക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു കോഴ്സ് എടുത്താലും നിങ്ങളൊരു കോളേജിൽ പോയി അവിടുത്തെ ഒരു സെമസ്റ്റർ സ്കീമിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ മുതൽ നിങ്ങൾക്ക് മിനിമം ഒരു 4 പേപ്പേഴ്സ് എങ്കിലും പഠിക്കാനുണ്ടാകും. അതിൽ നിങ്ങൾക്ക് മിഡ് ടേം എക്സാം, ക്ലാസ് ടെസ്റ്റ് വരും, മിഡ് ടേം എക്സാം വരും, സെം എക്സാം വരും. കൂടാതെ കോളേജിലുള്ള ഒരുപാട് ഫെസ്റ്റും ആക്ടിവിറ്റീസും വരും. അപ്പോൾ നിങ്ങൾ ആ കോളേജ് ലൈഫിൽ കുറേയെങ്കിലും നിങ്ങൾ ഇൻവോൾവ് ആകും. അതിൽ കയറി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇനി നീറ്റ് എന്നുള്ള ഒരു ഡ്രീം ഒന്നും വേണ്ട, അത് വിട്ടേക്കാം, ഞാൻ കോളേജ് ലൈഫ് അങ്ങ് എൻജോയ് ചെയ്ത് ഈ ഒരു കോഴ്സ് പഠിച്ച് പോവാം. നിങ്ങൾക്ക് ആ കോഴ്സാണ് വേണ്ടത്, നിങ്ങൾക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഗുഡ്. പക്ഷേ ഇഫ് യുവർ ഗോൾ ഇസ് നീറ്റ് ആൻഡ് ജസ്റ്റ് ഫോർ ദ നെയിം സേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാം, അതിൻ്റെ കൂടെ നീറ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ മൈ ജെന്വിൻ സജഷൻ ഇസ് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ബിക്കോസ് നീറ്റ് പോലെയുള്ള ഇനി അങ്ങോട്ടേക്ക് നല്ല ടഫ് ലെവലിൽ വരാൻ പോകുന്ന ഒരു എക്സാമിന് നിങ്ങളുടെ അറ്റ്മോസ്റ്റ് കോൺസെൻട്രേഷൻ ആവശ്യമാണ്. നിങ്ങൾ സിലബസിനെ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മാറുന്ന ലെവലിലുള്ള അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറൊരു കോഴ്സിനോടൊപ്പം തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് എനിക്കതത്ര നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നുന്നില്ല. ദെൻ ഇറ്റ്സ് ടോട്ടലി യുവർ ചോയ്സ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, മിസ് ഏത് കോഴ്സ് എടുക്കണം? അപ്പം ഞാൻ കഴിഞ്ഞ വർഷം വരെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു BSc കോഴ്സ്, അതായത് എനി വൺ ഓഫ് ദ നീറ്റ് സബ്ജക്റ്റ് ഉള്ള ഒരു BSc കോഴ്സ് എടുക്കുക. ലൈക്ക് ട്രിപ്പിൾ മേജർ കോമ്പിനേഷൻസ് എടുക്കാം. ഇപ്പോൾ BCZ അല്ലേ, അതായത് ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോടെക് കെമിസ്ട്രി സുവോളജി, അല്ലെങ്കിൽ ബയോടെക് കെമിസ്ട്രി ബോട്ടണി, അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി ബയോടെക്നോളജി, അങ്ങനെയൊക്കെയുള്ള കുറേ എന്താ പറയുക നീറ്റ് സിലബസ് റിലേറ്റഡ് സബ്ജക്ട്സ് ഉള്ള അല്ലെങ്കിൽ BSc ഫിസിക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ
എൻഡ് ഓഫ് ദ ഡേ വാട്ട്സ് ദ പോയിന്റ് ഓഫ് ഓൾ ഓഫ് ഇറ്റ്? നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ കോളേജിൽ ഫീസ് അടച്ച് കോഴ്സ് ചെയ്ത് അതിനൊപ്പം തന്നെ കോളേജിലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും, അതിനൊപ്പം തന്നെ ഞാൻ ഇതൊന്നും പഠിക്കുന്നു. അപ്പം കോളേജിൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടേ? അവിടെ എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ എൻറ്റയർ ദിവസം നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ? അത് കഴിഞ്ഞ് നിങ്ങൾ വൈകിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കോളേജിലെ കാര്യങ്ങളുണ്ടാകും, ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. അതിൽ എപ്പോഴാണ് നിങ്ങൾ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ ഡേ നിങ്ങളുടെ നീറ്റ് 2026 പ്രിപ്പറേഷനിലേക്ക് 200% നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പാർഷ്യൽ ഡ്രോപ്പിലേക്ക് പോവുക. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ 700-ലധികം മെഡിക്കൽ കോളേജസ് ഉണ്ട്. അതിൽ 400-ലധികം ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ആണ്. ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെല്ലാം കൂടി ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും എല്ലാം കൂടി 1,12,000 സീറ്റുകളുണ്ട്. ആൻഡ് ഗവൺമെൻറ് സീറ്റുകൾ അതിൽ 55,000-ഓളം സീറ്റുകളാണ്. അപ്പോൾ നീറ്റിലെ നിങ്ങളുടെ സെലക്ഷൻ, നിങ്ങൾക്ക് നീറ്റിൽ കിട്ടുന്ന ആ ഒരു മാർക്ക്, ആ ഒരു റാങ്ക്, അത് മാത്രമല്ല നിങ്ങളുടെ സെലക്ഷൻ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. നിങ്ങൾക്കറിയാം ഓൾ ഇന്ത്യ കോട്ടയുണ്ട്. അപ്പം എല്ലാ കോളേജിലും, എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും 15% ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്ന സ്റ്റുഡൻസിനുള്ളതാണ്. കാരണം നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കൗൺസിലിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയിലാണോ ഓപ്റ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ് കോട്ടയിലാണോ ഓപ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, നിങ്ങൾ ജനറൽ ആണോ അല്ലെങ്കിൽ EWS ആണോ, അങ്ങനെ ഏത് കാറ്റഗറിയാണ്, അതിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ കിട്ടുക. ഇപ്പോൾ സ്റ്റേറ്റ് കോട്ടയിൽ നോക്കുന്നവരാണെങ്കിൽ 85% സീറ്റുകൾ ഓരോ കോളേജിലും സ്റ്റേറ്റ് കോട്ടയിലേക്കാണ്. പിന്നെ EWS 10% ഉണ്ട്. അങ്ങനെ ഓരോ ഫാക്ടേഴ്സ്, ഒരുപാട് ഫാക്ടേഴ്സ് കൂടി ചേർന്നിട്ടാണ് നിങ്ങൾക്ക് MBBS അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പം എയിംസ് കോളേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് 20ഓളം എയിംസ് ക്യാമ്പസുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. എയിംസിലെല്ലാം കൂടി 2000-ഓളം സീറ്റുകളുണ്ട്, MBBS സീറ്റുകളുണ്ട്. അത് കൂടാതെ അലൈഡ് കോഴ്സസ് ഒരുപാടുണ്ട്. BDS ഉണ്ട്, ആൻഡ് BAMS ഉണ്ട്, BHMS ഉണ്ട്, വെറ്റിനറി ഉണ്ട്, പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. നീറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് അഡ്മിഷൻ ലഭിക്കുന്ന വളരെയധികം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പിന്നെ ഇനി പുറത്ത് പോയി പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നീറ്റിൻ്റെ സ്കോർ വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ആലോചിക്കുക. നിങ്ങൾ എന്താണെങ്കിലും ഒരു വർഷം എന്ന് പറയുമ്പം നിങ്ങളുടെ 2 സെമസ്റ്ററാണ് അല്ലേ? ഒരു സെമസ്റ്റർ സിസ്റ്റത്തിൽ നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ 2 സെമസ്റ്ററാണ് പോകുന്നത്. അപ്പം ആ 2 സെമസ്റ്റർ നിങ്ങൾക്ക് അവിടെയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാവരുത്. കാരണം ഇപ്പോൾ എക്സാമിന് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കൂടുതൽ സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറുന്ന പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യാൻ പറ്റുമെങ്കിൽ, NCERT ഒന്നും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ, ഈ വർഷം മുതൽ നമ്മൾ ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇതെല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പാർഷ്യൽ ഡ്രോപ്പിലേക്ക് പോവുക. അല്ലെങ്കിൽ ഐ സജസ്റ്റ് നിങ്ങൾ ഫുൾ ടൈം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. അഗെയിൻ ഒരു 11 മന്ത്സിൻ്റെ കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ കോളേജസിൽ അഡ്മിഷൻ എടുക്കണമെങ്കിലോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നീറ്റിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ നീറ്റ് നല്ല മാർക്കോട് കൂടി ക്വാളിഫൈ ചെയ്ത സ്റ്റേറ്റുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് എന്താ പറയുക, കഴിഞ്ഞ 2024 ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ഒക്കെ ആയിരുന്നു. കേരളയും അതിലുണ്ട്. അല്ലാതെ ജനറലി നല്ല മാർക്കോട് കൂടി മക്കൾ വരുന്ന സ്റ്റേറ്റുകളാണ് മഹാരാഷ്ട്രയും അതേപോലെ തമിഴ്നാടും ഉണ്ട്, കേരളയൊക്കെ. കേരള എപ്പോഴും ആ ലിസ്റ്റിലുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ആസ്പിരൻസ് ഉള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ് കേരളം. അതുകൊണ്ട് തന്നെ ഒരുപാട് പോസിബിലിറ്റി ഉള്ള സ്റ്റേറ്റാണ്. പിന്നെ നമുക്ക് ഈ വർഷം മുതൽ ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ്സ്, MBBS സീറ്റ്സ് 10,000 സീറ്റുകളും കൂടി കൂടുന്നുണ്ട്. ന്യൂ മെഡിക്കൽ കോളേജസ് ആർ കമ്മിങ് ആൻഡ് ദാറ്റ് ഫീൽഡ് ഈസ് ഓൾസോ ഡെവലപ്പിംഗ് ഇൻ ദാറ്റ് വേ. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മക്കളൊന്ന് കൺസിഡർ ചെയ്യുക. എന്നിട്ട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ നല്ലപോലെ ആലോചിച്ച് ഡിസൈഡ് ചെയ്യുക. ഇപ്പം സൈലത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നമ്മളുടെ ഹൈബ്രിഡ് ബാച്ചസിലേക്കുള്ള അഡ്മിഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വന്ന് പഠിക്കാം. കോൺസെൻട്രേറ്റ് ചെയ്ത് ഹോസ്റ്റലിലൊക്കെ നിന്ന് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ പഠിക്കാം. ഓൺലൈനായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ഓൺലൈൻ ധീര ബാച്ചസ് ഉണ്ട്. പിന്നെ നമ്മളുടെ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ അവരുടെ റിപ്പീറ്റർ ബാച്ചുകൾ, ഫീനിക്സ് ബാച്ചുകൾ ഉടനെ തന്നെ ലോഞ്ച് ആകും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്ലാൻസ് നിങ്ങൾക്കായിട്ട് ഞങ്ങളുണ്ട്. പിന്നെ മാറുന്ന പാറ്റേൺ അനുസരിച്ച് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ മാറുകയാണ്. സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും ഞങ്ങൾ ഈ രീതിയിലേക്ക് ലെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്കായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. റാൻഡംലി ഏതെങ്കിലും കോഴ്സ് പോയി എടുത്ത് നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സമയവും നിങ്ങളുടെ പാരൻസിൻ്റെ പൈസയും ഒക്കെ നഷ്ടപ്പെടുത്താതിരിക്കുക. ടേക്ക് എ വൈസ് ഡിസിഷൻ. ഗുഡ് ലക്ക്.